ഹേ ഗൈസ്, ഡീകൺസ്ട്രക്റ്റിൻ്റെ വിറ്റാമിൻ സി സെറത്തിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ താരം ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു സെറാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ബോട്ടിൽ കഴിയാറായി. ഇതിൻ്റെ ഒരു പാക്കേജിങ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഡാർക്ക് കളർ ബോട്ടിൽ ഇതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു സെറം വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാനിതൊരു 2 months ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറാണ്. പക്ഷേ ഇപ്പോഴും എനിക്കിത് കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാൻ സ്പ്രേ ചെയ്യുമ്പോൾ വേറെ വഴിയൊക്കെയാണ് കേട്ടോ ഇത് തെറിച്ച് പോകുന്നത്. കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സ്പ്രേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ വേറൊരു മെത്തേഡിലാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ചെറിയ ഡ്രോപ്സ് ഇങ്ങനെ ഫേസിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും. ഇതിന് പകരം സ്പില്ലർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അത് ഫേസിലെല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ഒരു സെറം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കിന്നിലുണ്ടായിരുന്ന ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ആകുന്ന പോലെയും പിന്നെ സ്കിന്നൊക്കെ ഒന്ന് ഈവൻ ടോൺ ആകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചെറിയ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേസിൽ. അതൊക്കെ ഒന്ന് ഫെയ്ഡ് ആവുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് തേച്ച് കഴിഞ്ഞാൽ വെളുത്ത് തുടുക്കും എന്നൊന്നും അല്ല കേട്ടോ. ഈ ഒരു 1 ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റമാണ്. സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആയ പോലെ തോന്നി. പിന്നെ നിങ്ങൾ സെറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാനിത് നൈറ്റ് ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 10% വിറ്റാമിൻ സിയും അതുപോലെ 0.5% ഫെറുലിക് ആസിഡാണ് കേട്ടോ അടങ്ങിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ സെറംസ് ഒക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യാണ് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പെർസെൻറ്റേജിൽ നിന്ന് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 5% നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.